തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അതുൽ റിമാൻഡിലായി. അതുലിനെ തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആറ്റുകാലിൽ യുവതി ജീവനൊടുക്കിയ സംഭവം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷ നൽകും. കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങലിലെ വാടക വീട്ടിൽ ആരതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേവൻ MP വിവരങ്ങളുമായി ചേർന്നു. ദേവൻ, ഈ കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ നിരവധി ഉണ്ടായിരുന്നു. വീട്ടുകാർ ഈ ഭർത്താവിനെതിരെ നിരന്തര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അവരുടെ പ്രതികരണം അത്തരത്തിലായിരുന്നു. അപ്പോഴും ഉള്ളൊരു സംശയം, എന്തിനായിരുന്നു ഈ ആക്രമണം? യുവതിക്ക് നേരെ എന്തിനാണ് ഈ ഭർത്താവ് ഇത്രയും പീഡനം ഏൽപ്പിച്ചതെന്ന കാര്യത്തിലായിരുന്നു ഒരു വ്യക്തത കുറവുണ്ടായിരുന്നത്. അതിൽ കൂടി ഇപ്പോൾ വ്യക്തത വരുന്നു എന്ന് മനസ്സിലാകുന്നു. ഒപ്പം പോലീസ് നടപടികൾ എങ്ങനെയാണ്? തീർച്ചയായും തുടർച്ചയായി ഉണ്ടായ ശാരീരിക പീഡനവും മാനസിക പീഡനവുമാണ് ആരതിയെ ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ പുറത്തു വന്നിരിക്കുന്നതും. അതായത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ആരതി തന്റെ അമ്മയ്ക്ക് വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്ത ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ അക്കാര്യങ്ങൾ തെളിവാക്കുന്നുണ്ട്. അതിൽ തുടർച്ചയായി തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നെന്നും തന്റെ ദേഹത്തുള്ള മുറിപ്പാടുകൾ അത് അമ്മയ്ക്ക് ചിത്രങ്ങൾ എടുത്ത് അയച്ചു നൽകുന്നതും ആ വാട്സാപ്പ് സന്ദേശത്തിൽ വ്യക്തമാണ്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ തന്നെ ഈ സ്വർണ്ണാഭരണങ്ങൾ സ്ത്രീധനമായി നൽകിയ 50 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പലപ്പോഴായും അതിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരിലും ചില തർക്കങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ അതുലിനെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുഴുവൻ അതുൽ ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. ഏകദേശം രാത്രിയോട് കൂടിയാണ് അതുലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസിന് മുൻപാകെ അതുൽ കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട്. ആരതിയെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം അതുൽ പോലീസിന് മുൻപാകെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അതുലിനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. തൊട്ടുപിന്നാലെ ഇപ്പോൾ അതുലിനെ റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ജയിലിലേക്കാണ് ഇപ്പോൾ അതുലിനെ മാറ്റിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കേസന്വേഷണം DYSP ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി അതുലിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അപ്പോഴായിരിക്കും ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ തുടർച്ചയായിട്ടുള്ള ഈ ശാരീരിക പീഡനം ആരതിക്ക് ഏൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നടപടി ഉണ്ടായതിന്റെ കാരണം അത് അതിൽ തന്നെ വ്യക്തമാക്കണം. അത് ചോദ്യം ചെയ്യലിലേക്കാണ് ഇനിയിപ്പോൾ പോലീസ് കടക്കുന്നത്. ശരി ദേവൻ, ശരി. ദേവൻ MP ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.